ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനിക്ക് ജാമ്യമൊക്കെ കിട്ടുകയാണ്. അനാമികയും വീണുമൊക്കെ കോടതിയിൽ ഹാജരാകാതിരുന്നുകൊണ്ട് തന്നെ അനിക്ക് നിഷ്പ്രയാസം ജാമ്യം കിട്ടി. അനിയെ ആദർശ നയനയും കൂടെ തറവാട്ടിലോട്ട് വിളിച്ചുകൊണ്ടൊക്കെ വരികയാണ്. 10 കോടി രൂപ നഷ്ടപരിഹാരമായിട്ട് ദേവയാനി കൊടുക്കാമെന്ന് സമ്മതിച്ചത് കൊണ്ടാണ് കേട്ടോ അനിക്ക് ജാമ്യം കിട്ടിയത്. അങ്ങനെ അനി അങ്ങോട്ടേക്ക് വന്ന് കയറുന്നത് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പക്ഷേ എനിക്കതിൽ ഒരു സന്തോഷവും ഇല്ല കേട്ടോ. അനാമികയോടും വീണുവിനോടും നല്ല ദേഷ്യമാണ് എനിക്കുള്ളത്. എന്തെങ്കിലും ഒരു പണി ഇവർക്കിട്ട് കൊടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നൊക്കെ തന്നെ അനി തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അനിയും അനിയുടെ കൂട്ടുകാരും കൂടെ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അവർക്കിട്ടൊരു പണി തന്നെ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുകയാണ് കേട്ടോ കൂട്ടുകാരുമായിട്ട്. അങ്ങനെ അനാമികയ്ക്കും വീണുവിനിട്ടും അതുപോലെ തന്നെ രേവതിക്കിട്ടും ഒക്കെ നല്ലൊരു പണി തന്നെ അനിയും കൂട്ടുകാരും കൂടെ കൊടുക്കുന്ന ഒരു വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ചാനലോടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ദേവയാനി അവരുടെ വക്കീലിനെ പോയി കണ്ടിട്ട് 10 കോടി രൂപ നഷ്ടപരിഹാരമായിട്ട് തരാം, എങ്ങനെയെങ്കിലും കേസൊക്കെ ഒത്തുതീർപ്പാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ കോടതി കൂടുന്നതിന് മുമ്പായിട്ട് തന്നെ വേണു ദേവയാനിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ദേവയാനി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനും എൻ്റെ മോളും ഇപ്പോൾ കോടതിയിലോട്ട് പോകാതിരിക്കുന്നത്. ഞങ്ങൾ പോകാതിരുന്നാൽ തന്നെ എനിക്ക് ജാമ്യം കിട്ടും. ഞങ്ങൾ പറഞ്ഞ വാക്ക് എന്തായാലും ഞങ്ങൾ പാലിക്കും. ദേവയാനി പറഞ്ഞ വാക്ക് ദേവയാനി പാലിക്കണം എന്നൊക്കെ വീണു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ഉറപ്പിന്റെ മേലിൽ തന്നെ എനിക്ക് ജാമ്യം കിട്ടുകയാണ്. അങ്ങനെ 10 കോടി രൂപ തരാം എന്നൊരു ഉറപ്പിന് മേലിലാണല്ലോ വീണും അനാമിയൊക്കെ കൂടി ഈ ഒരു ഡീലിന് തയ്യാറാകുന്നത്. ഇവർക്ക് ഒത്താശ ചെയ്യാനായിട്ട് ആ CAയും കൂടെയുണ്ട്. എന്നാൽ അത് CAയ്ക്ക് വലിയൊരു തലവേദനയാകുകയാണ്. ലോക്കപ്പിൽ കിടന്നാൽ പോലും ഏതു നേരവും അനി നന്ദുവിനെ വായി നോക്കി നിൽക്കുന്നതൊക്കെ ഈ CA കാണുന്നുണ്ട്. അത് അങ്ങർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതുകൊണ്ട് അനിയെ പെട്ടെന്ന് തന്നെ ഇറക്കി വിടണമെന്ന് തന്നെയായിരുന്നു ആ CA സച്ചിയുടെ മനസ്സിലും. കാര്യം അവനെ ഒന്ന് ലോക്കപ്പിൽ കിടത്തണമെന്നും ജയിലിലോട്ട് പറഞ്ഞു വിടണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് CA സച്ചിക്ക്. നന്ദുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവനകത്ത് പോയാലും പ്രശ്നമില്ല എന്നൊക്കെ തന്നെയാണ് കേട്ടോ CA സച്ചി വിചാരിക്കുന്നത്. പക്ഷേ ആ ലോക്കപ്പിൽ കിടക്കുന്ന സമയത്ത് പോലും ഏതു നേരം അവർ തമ്മിൽ കാണുന്നതും സംസാരിക്കുന്നതൊന്നും അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോഴാണ് പിന്നെ നിവൃത്തിയില്ലാതെ സച്ചിദാനന്ദനും ആ ഒരു ഇതിന് വഴങ്ങി കൊടുക്കുന്നത്. നന്ദു ആ സ്റ്റേഷനിൽ SI ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അനിയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതൊക്കെ സച്ചിദാനന്ദന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ മനസ്സിൽ എങ്ങനെയും കെയർ കൂടണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ അനിയെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന പോലെയാണ് അയാൾ സംസാരിക്കുന്നതും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ജാമ്യം കിട്ടിയ കാര്യമൊക്കെ സന്തോഷത്തോടെ വന്ന് നന്ദു CAയോട് പറയുന്നുണ്ട്. അയാൾക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, എന്നാലും അയാൾ നന്ദുവിൻ്റെ മുമ്പിൽ പിന്നെ അഭിനയിക്കുകയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോവുകയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ തന്നെ ഇടപെട്ടിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഇനി ആരും ഇതോർത്ത് വിഷമിക്കേണ്ട, ഈ കേസിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഈ കേസിൽ ഇനി വേറെ ആരും തലയിടണ്ട എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ അക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജാനകിയും ജലജയും ഒക്കെ കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ജലജ പറയുന്നുണ്ട്, അനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് അനിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയല്ലേ ജാനകി? അനാമികനെ വഴി വെച്ച് കണ്ടപ്പോൾ ഇവൻ എന്തിനാ ആ കൊച്ചിനെ തല്ലാൻ പോയത്? അല്ലെങ്കിൽ തന്നെ അവർ തമ്മിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ ജാനകി? അതും ഒരു പെൺകുട്ടിയുടെ കരണത്തെ അടിച്ചു എന്ന് പറഞ്ഞാൽ അതങ്ങ് ആള് കത്തിയതുപോലെ ആയില്ലേ? ബുദ്ധിയുള്ള ആരെങ്കിലും ഇതുപോലെ ഒരു സാഹസികം ചെയ്യുമോ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. ജാനകി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ ജലജെ, അവനോട് എത്ര പറഞ്ഞാലും അവന് മനസ്സിലാകത്തില്ല. അവന്റെ ഭാഗത്തും തെറ്റുണ്ട്, അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും എൻ്റെ മോൻ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായല്ലോ, അത് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. എന്തായാലും 10 കോടി നഷ്ടപരിഹാരം അവർ ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കാമെന്ന് സമ്മതിച്ചതുകൊണ്ട് എൻ്റെ മോന് ജയിലിൽ പോകേണ്ടി വന്നില്ല. അത് തന്നെ ഒരു ആശ്വാസം. ഇനിയിപ്പം കേസ് പിൻവലിക്കാൻ നല്ലൊരു തുക തന്നെ നഷ്ടപരിഹാരമായിട്ട് അവർക്ക് കൊടുക്കേണ്ടി വരും ജാനകി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ജലജ. അപ്പൊ പറയുന്നുണ്ട്, കൊടുക്കട്ടെ, അച്ഛന് ഇഷ്ടംപോലെ സ്വത്തുണ്ടല്ലോ, അതിപ്പോ എത്രയാന്ന് പറഞ്ഞാലും കൊടുത്തേ പറ്റുള്ളൂ. ഇവിടെ എല്ലാവർക്കും കോടികളുടെ ആസ്തി ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അവർ ചോദിക്കുന്ന നഷ്ടപരിഹാരം കൊടുത്ത് എൻ്റെ മോനെ ജയിലിൽ പോകാതെ നോക്കേണ്ടത് ഇവരുടെയും കൂടെ ഉത്തരവാദിത്തമല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ ജലജ പറയുന്നുണ്ട്, ആ അതെന്തായാലും ഉണ്ടാകും ജാനകി, കാരണം എൻ്റെ മോനോട് കാണിക്കുന്ന പോലെ ഒരു ഇരട്ടത്താപ്പ് നയിവൊന്നും അനിയോട് കാണിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അനി ജയിലിൽ പോകാതിരിക്കാനായിട്ട് ഇവരങ്ങനെയൊക്കെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശനും കൂടെ റൂമിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഈ വീട്ടിനെ പോക്കിത് എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാ ഇപ്പൊ ഈ വീട്ടിൽ നടക്കുന്നത്? ആ അനാമിക ഇവിടെ കയറി കൂടിയത് മുതൽ ഇവിടെ ഓരോ പ്രശ്നങ്ങളാ. ആ അനാമികയുടെയും അനിയുടെയും കല്യാണം കഴിഞ്ഞ് പിന്നെ ഇവിടെ മിക്ക ദിവസവും ഇങ്ങനെ തന്നെയാണ്. വഴക്കും വക്കാലത്തും ഇല്ലാത്ത ദിവസങ്ങളില്ല. അവൾ ഈ കുടുംബം ചിന്നിച്ചിതറിക്കാനായിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് മരുമകളായിട്ട് വന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതേപ്പറ്റി പറഞ്ഞിട്ടൊക്കെ എന്താടോ കാര്യം? ഇനി അതേക്കുറിച്ചൊന്നും ഓർത്തിട്ട് കാര്യമില്ല. ഇനി എങ്ങോട്ടേക്ക് നടക്കാനുള്ള കാര്യങ്ങൾ വേണം നമ്മൾ നോക്കാൻ. മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, ഇനിയിപ്പോൾ അതേപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും അവളുമായിട്ടുള്ള ബന്ധം എത്രയും പെട്ടെന്ന് ഒഴിയണം. നമുക്ക് വലുത് നമ്മുടെ അനിമോൻ്റെ ജീവിതമല്ലേ? അല്ലെങ്കിൽ തന്നെ അവൻ ജയിലിൽ പോകേണ്ടവനാണോ? നമ്മുടെ കൊച്ചുമൻ ജയിലിൽ പോകുന്നത് ഓർക്കാൻ പോലും വയ്യ. ഇതിപ്പോൾ എത്ര കോടി കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, അവൻ ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ മുത്തശ്ശി. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാനെന്തായാലും ആ വേണുവിനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ.
എനിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ 10 കോടി ആവശ്യപ്പെട്ടത്. ഇനിയിപ്പോൾ കേസ് പൂർണ്ണമായിട്ട് പിൻവലിക്കാൻ അവർ എത്ര കോടി ആവശ്യപ്പെടുമെന്ന് അറിയില്ല. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ വേണുവിനെ വിളിച്ചിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അന്നേരം വേണു ഭയങ്കരമായിട്ട് ഡിമാൻഡ് ഇടുന്നുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ മോളോടും വക്കീലിനോടും ഒക്കെ സംസാരിച്ചിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വക്കീലുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു 20 കോടി രൂപയെങ്കിലും നഷ്ടപരിഹാരമായിട്ട് മേടിക്കണം എന്നൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് തന്നെ മൂർത്തി മുത്തശ്ശനെ വിളിച്ചിട്ട് അറിയിക്കുന്നുണ്ട്. 20 കോടി രൂപ ഞങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് തന്നാൽ മാത്രമേ ഞങ്ങൾ കേസ് പൂർണ്ണമായിട്ട് പിൻവലിക്കുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ വക്കീലിൻ്റെ ഓഫീസിലോട്ട് പോകാനൊക്കെ സമ്മതിക്കുന്നുമുണ്ട്. അതേസമയത്ത് അനന്തപുരിയിൽ അവർ 20 കോടി രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് ചോദിക്കുന്നതെന്ന് അറിയുമ്പോഴേക്കും എല്ലാവർക്കും അങ്ങ് ഭയങ്കര ഷോക്കാവുന്നുണ്ട്. ജലജയ്ക്കാണ് കേട്ടോ ഇതൊട്ടും സഹിക്കാൻ പറ്റാത്തത്. ജലജ പറയുന്നുണ്ട്, അവൻ്റെ പേരിലുള്ള കേസ് പിൻവലിക്കാൻ മാത്രം 20 കോടി രൂപയാണ് കൊടുക്കേണ്ടി വരുന്നത്. അവൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത് കൊണ്ടല്ലേ ഈ 20 കോടി രൂപ ഇപ്പം നമ്മൾ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടി വന്നത്. അവൻ ഇത് എന്തിൻ്റെ സൂക്കേടാന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇത്രയൊക്കെ നഷ്ടങ്ങൾ ഈ കുടുംബത്തിൽ ഉണ്ടാക്കി വെക്കുന്നത് അവൻ ഒറ്റ ഒരുത്തനല്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ജലജ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതോർത്ത് നീ വിഷമിക്കേണ്ട ജലജെ. എൻ്റെ കൊച്ചുമോൻ ഇങ്ങനെ ഒരു ഊരാക്കുടുക്കിൽ പെട്ടുപോയതുകൊണ്ട് തന്നെ എത്ര കോടി മുടക്കിയിട്ടാണെങ്കിലും കുഴപ്പമില്ല. അവനെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ. ദേവയാനി പറയുന്നുണ്ട്, അതേ അച്ഛാ, നമ്മൾ അത് വേണം ചിന്തിക്കാൻ. നമ്മുടെ അനിമോന്റെ ജീവിതം മാത്രമാണ് നമ്മളിപ്പം നോക്കേണ്ടത്. പണം വരും പോകും. അനാമികയുടെ ഭാഗത്തും തെറ്റുണ്ടല്ലോ അച്ഛാ. അവനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അച്ഛനെയും ആദർശനെയൊക്കെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അന്ന് അനിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോയത് തന്നെ. അതുകൊണ്ട് നമ്മളിനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, അനിമോനെ രക്ഷപ്പെടുത്തി എടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ തന്നെ ദേവയാനി പറയുന്നുണ്ട്. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയി. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അങ്ങോട്ടേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വേണം നമ്മൾ ആലോചിക്കാൻ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അവളും അവളുടെ അച്ഛനും കൂടിയിട്ട് നമ്മുടെ കുടുംബത്തിനെതിരെ കരിവാരി തേക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. മാധ്യമങ്ങളുടെ മുമ്പിൽ പോയി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവൾ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നാണം കെടുത്തിയില്ലേ. നമുക്കൊക്കെ വെളിയിലിറങ്ങി നടക്കാൻ മേലാത്ത അവസ്ഥ ഉണ്ടാക്കി വെച്ചില്ലേ അവളൊക്കെ. ഇതൊന്നും മറന്നിട്ടൊന്നുമല്ല. പക്ഷേ ഇപ്പം നമുക്ക് അനിയെ രക്ഷപ്പെടുത്തി എടുത്തല്ലേ പറ്റുള്ളൂ. നമുക്കൊരു തെറ്റ് പറ്റി, പിന്നെ അത് എങ്ങനെ പരിഹരിക്കണമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്നൊക്കെ പറയുകയാണ് കേട്ടോ മുത്തശ്ശി. ഇത് കേട്ടോണ്ട് നിൽക്കുന്ന ജാനകി പറയുന്നുണ്ട്, അനാമിക മോളെ പിണക്കി വിട്ടതുകൊണ്ടാണ് അനാമിക മോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ വീട്ടിലെ ആർക്കും അനാമിക മോളെ ഇഷ്ടമല്ലായിരുന്നല്ലോ. അവളെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചതെന്ന് പറയുകയാണ് കേട്ടോ ജാനകി. ഓർക്കാൻ പോലും പറ്റാത്ത തെറ്റൊക്കെ ഇവിടെയുള്ളവർ ചെയ്തിട്ടില്ലേ. അതൊന്നും ആരും മൈൻഡ് ചെയ്തിട്ടില്ല. എൻ്റെ അനാമിക മോള് ചെയ്യുന്ന തെറ്റുകളെ മാത്രമാണ് ചൂണ്ടിക്കാണിച്ച് എല്ലാവരും വിമർശിച്ചുകൊണ്ടിരുന്നത്. എന്തൊക്കെയാന്ന് പറഞ്ഞാലും എല്ലാം ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയില്ലേ. അവളോട് മാത്രം എന്തോ വൈരാഗ്യമുള്ള പോലെയാണ് അവസാനം എല്ലാവരും അവളോട് പെരുമാറാൻ തുടങ്ങിയത്. അതൊക്കെ കൊണ്ട് നിവൃത്തിയില്ലാതെയല്ലേ മോള്. അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും പെണ്ണിന് സഹിക്കാൻ പറ്റുമോ കല്യാണം കഴിഞ്ഞ് സ്വന്തം ഭർത്താവ് അന്യപെണ്ണിൻ്റെ പുറകെ നടക്കുന്നത്? അത് മാത്രമാണോ? അതുപോലെ എത്ര സംഭവങ്ങൾ ഈ വീട്ടിൽ നടന്നു കഴിഞ്ഞു. അപ്പോഴും ആർക്കും ഒന്നും പറയാനില്ലായിരുന്നു. അപ്പോൾ പോലും ആരും അനാമികമോളുടെ മനസ്സ് തിരിച്ചറിയാൻ ശ്രമിച്ചില്ല. എല്ലാവരും അതിനു പകരം അവളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. നമ്മുടെ തറവാട്ടിലെ രഹസ്യങ്ങളൊക്കെ അവൾക്കറിയാമെന്നുള്ളത് അവളെ പിണക്കി വിടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആലോചിക്കണമായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സത്യങ്ങളൊക്കെ എത്ര നാൾ ഇങ്ങനെ മൂടി മറച്ചു വെക്കാൻ പറ്റും? എല്ലാ കാര്യങ്ങളും മീഡിയയ്ക്ക് മുമ്പിൽ മോള് വിളിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും ഇത് അറിഞ്ഞില്ലേ. ഇപ്പം അതുകൊണ്ടല്ലേ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ വന്നെന്നൊക്കെയുള്ള രീതിയിൽ ജാനകി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അജന് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ജാനകി നീ മിണ്ടാതിരിക്കുക. ഇനിയും നിനക്ക് നിന്റെ മരുമകളുടെ സ്വഭാവം മനസ്സിലായിട്ടില്ലേ? അവൾ ഇത്രയൊക്കെ ചെയ്തു കൊണ്ടിട്ടും നിനക്ക് എങ്ങനെ അവളെ ന്യായീകരിച്ച് സംസാരിക്കാൻ കഴിയുന്നു? നമ്മുടെ അനിമോനെ ജയിലിലാക്കാൻ വേണ്ടി കേസ് കൊടുത്തവളാണ് അവളെ ഇനിയും നീ ഇങ്ങനെ ന്യായീകരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ കൈ നിന്റെ കാരണത്ത് പതിയും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പം ജാനകി മിണ്ടാതിരിക്കുന്നുണ്ട്. അപ്പം ജാനകി പറയുന്നുണ്ട്, അല്ലെങ്കിലും ഇവിടെ അങ്ങനെയാണല്ലോ, ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ തന്നെ ജാനകി പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ദേവയാനി പറയുന്നുണ്ട്, ജാനകി നീ ഒന്ന് അടങ്ങ്. കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയി നിൽക്കുന്ന ഈ സമയത്ത് പോലും നീ അനാമികയെ കുറിച്ചിട്ട് ഒന്നും ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. അവളുടെ പേര് കേൾക്കുന്ന പോലും എനിക്കിപ്പോൾ വെറുപ്പാ എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും എനിക്കെതിരെയുള്ള ഈ കേസ് ഒഴിവാക്കാനാണ് നമ്മൾ നോക്കേണ്ടതെന്നൊക്കെ പറയുകയാണ്. അവരിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. മതി നിർത്ത്, ഇനി ആരും ഇതിനെപ്പറ്റി ഇവിടെ കൂടുതൽ ചർച്ച ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. എനിക്ക് ജാമ്യം കിട്ടിയല്ലോ. ആദർശൻ അതിനും കൂട്ടിക്കൊണ്ട് വരികയും ചെയ്തു. ഇനി എങ്ങനെയാ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെന്തിനാ നിങ്ങൾ അതേപ്പറ്റി സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ അനിയോട് പറയുന്നുണ്ട്, അനി സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി നിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടാവാൻ പാടില്ല. അനാമികൻ നീയും ഒത്തുള്ള ജീവിതം ഇനി എന്തായാലും മുന്നോട്ട് പോവില്ല. നിങ്ങൾ എന്തായാലും 2 വഴിക്ക് പിരിയേണ്ടവരാണ്. അല്ലെങ്കിൽ തന്നെ ഇത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള അവളെ ഇനി ഈ വീട്ടിലോട്ട് മരുമകളായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവൾ പൊക്കോട്ടെ. അവളെക്കുറിച്ച് ഇനി ആരും ഈ വീട്ടിൽ ഓർത്ത് വ്യാകുലപ്പെടേണ്ട. അവളെക്കുറിച്ച് ഇനി ആരും ഈ വീട്ടിൽ സംസാരിക്കണ്ട.
പിന്നെ നിന്നോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നീ നന്ദുവിൻ്റെ പിന്നാലെ നടന്ന് നന്ദുവിൻ്റെ ഭാവി കൂടി ഇല്ലാതാക്കരുത്. ഇപ്പം നന്ദുവും ആ CA സച്ചിനുമായിട്ടുള്ള വിവാഹ നിശ്ചയം പെട്ടെന്ന് തന്നെ നടത്തണമെന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ആ ഒരു കല്യാണത്തിന് നീ തടസ്സമായിട്ട് നിൽക്കരുത്. നന്ദുവിനെ ഇങ്ങോട്ടേക്ക് മരുമകളായിട്ട് കൂട്ടിക്കൊണ്ട് വരാൻ ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് നന്ദുവുമായുള്ള കല്യാണം നടക്കാനും പോകുന്നില്ല. അതുകൊണ്ട് നീ ഇനിയും അവരെ ശല്യം ചെയ്യാൻ പോകരുത്. അവർ തമ്മിലുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണം. അവരുടെ ജീവിതത്തിൽ നിന്നെ ചൊല്ലിയൊരു പ്രശ്നം ഉണ്ടാകരുതെന്നാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് മനസ്സിലായല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, അതെന്താ മുത്തശ്ശ അങ്ങനെ? അത് പിന്നെ മുത്തശ്ശ, അനാമിക എന്തായാലും എനിക്ക് പറ്റിയ പെണ്ണല്ലായിരുന്നു. അവളിപ്പോൾ എനിക്കെതിരെ കേസ് കൊടുത്തിട്ട് ഈ കുടുംബത്തിൽ ഇത്ര മാനക്കേട് ഉണ്ടാക്കി. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആകും. പിന്നെ നന്ദുവിനെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് എന്താ മുത്തശ്ശ കുഴപ്പം എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. എനിക്ക് നന്ദുവിനെ മറക്കാൻ പറ്റില്ല. അവളില്ലാത്തൊരു ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല മുത്തശ്ശ എന്നൊക്കെ ഇങ്ങനെ അനി പറയുമ്പോഴേക്കും അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എടാ നീ മുത്തശ്ശനോടാണ് ഈ എതിർത്ത് സംസാരിക്കുന്നത്. നീ നന്ദുവിനെ വിവാഹം കഴിക്കില്ല. നന്ദുവിന്റെ വിവാഹം ആ CA സച്ചിദാനന്ദനുമായിട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അവളുടെ അച്ഛനും അമ്മയ്ക്കും അതിനോടാണ് താല്പര്യം. ആ വിവാഹമേ നടക്കുള്ളൂ. നിന്റെ മനസ്സിൽ നിന്ന് ആ നന്ദുവിനെ അങ്ങ് എടുത്തു കളഞ്ഞേരെ. എന്നിട്ട് സ്വസ്ഥമായിട്ടും സമാധാനത്തോടെയും 3 ബ്രാഞ്ചിന്റെ കാര്യം നോക്കി നീ ജീവിക്കാൻ നോക്ക്. അനാമികയുടെ കൂടെയുള്ള ജീവിതം നരക തുല്യമാണെന്ന് നീ പറഞ്ഞു നടന്നല്ലോ. ഇനിയിപ്പോൾ അതുണ്ടാവില്ല. അനാമികയുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അവൾ ഇനി നിന്റെ ജീവിതത്തിൽ ശല്യമായിട്ട് വരില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, ആദർശേട്ടാ, അനാമിക ഇപ്പൊ കേസ് പിൻവലിച്ചാലും അവൾ അങ്ങനെയൊന്നും വെറുതെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ കൊല്ലാൻ പോലും അവൾ മടിക്കില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അവളും അവളുടെ അച്ഛനും ഒക്കെ പകയും വൈരാഗ്യവും ദേഷ്യമൊക്കെ കൊണ്ടു നടക്കുന്നവരാണ്. അതുകൊണ്ട് അവരെങ്ങനെയാണെങ്കിലും അതിലൊക്കെ പ്രതികരിക്കാൻ നോക്കും ആദർശേട്ടാ. എല്ലാവരെയും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അവൾ ഇല്ലാതാക്കാൻ നോക്കും. അവളുടെ ക്യാരക്ടർ അതാണ്. അതിനൊക്കെ വളം വെച്ചു കൊടുക്കാൻ അവളുടെ അച്ഛനും അമ്മയും. ഇപ്പൊ തന്നെ നമ്മുടെ കുടുംബത്തിൽ അവൾ കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അവൾ എനിക്കെതിരെ മനഃപൂർവ്വം കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അന്ന് ആ ഗ്രൗണ്ടിൽ വന്നത്. അവളന്ന് അടി എരന്ന് മേടിക്കുകയായിരുന്നു എൻ്റെ കയ്യിൽ നിന്നൊക്കെ പറയാൻ കേട്ടോ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു അബദ്ധം കാണിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് തന്നെ അനി പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, പണത്തിന് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത് തന്നെ. ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അവർ 10 കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഈ കേസ് പിൻവലിക്കണമെങ്കിൽ നമ്മൾ എത്ര കോടി രൂപ അവർക്ക് കൊടുക്കേണ്ടി വരും? ഇത് വെച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തന്നെ അവരുടെ തീരുമാനം. നമ്മളിൽ കൂടെ അവർ ജീവിക്കാനാണ് നോക്കുന്നത്. ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തും ഓരോ തട്ടിപ്പുകൾ കാണിച്ചുമൊക്കെ ജീവിക്കാനാണ് അവർ നോക്കുന്നത്. ഞാൻ ജയിലിൽ പോയാലും വേണ്ടില്ല, നിങ്ങൾ ആ എമൗണ്ട് അവർക്ക് കൊടുക്കരുതെന്നാ ഞാൻ പറയുള്ളൂ. നിങ്ങൾ അവരുടെ മുമ്പിൽ തലകുനിക്കാൻ പാടില്ല. അവൾ കേസായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആദർശ് പറയുന്നുണ്ട്, എടാ നീ ഇങ്ങനെ പൊട്ടത്തരം വിളിച്ച് പറയരുത്. അവളുടെയും അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്വഭാവം നമുക്കറിയാം. പക്ഷേ അതൊന്നും അല്ല നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത്. അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അനന്തപുരിയിലെ പയ്യൻ ജയിലില്ല എന്ന് പറയുന്നതിൽ ഞങ്ങൾക്കും കുറച്ച് നാണക്കേടൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പം അനി ഒന്നും മിണ്ടുന്നില്ല. അനി പറയുന്നുണ്ട്, എന്നെയും എൻ്റെ കുടുംബത്തെയും ഇത്രത്തോളം ദ്രോഹിച്ച അവളെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. അവക്കിട്ടും അവളുടെ അച്ഛനും അമ്മയ്ക്കിട്ടും ഒക്കെ ഞാൻ നല്ല പണി തന്നെ ഞാൻ കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ആദർശ് പറയുന്നുണ്ട്, എൻ്റെ അനി, നീ ഇനി ഇതുപോലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത്. ദയവ് ചെയ്ത് ഇനി ഒരു പ്രശ്നങ്ങൾ നീ ഉണ്ടാക്കരുത്. ഇപ്പം തന്നെ നമ്മുടെ കുടുംബത്തിൽ ആവശ്യത്തിലധികം പ്രശ്നങ്ങളുണ്ട്. വെറുതെ ഈ വയസ്സാം കാലത്ത് മുത്തശ്ശനെ മുത്തശ്ശി എന്തിനാണ് നീ ഇങ്ങനെ വേദനിപ്പിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ആദർശ്. നമ്മുടെ മുത്തശ്ശനെ മുത്തശ്ശിയെ ഓർത്തിട്ടെങ്കിലും നീ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ലെന്ന് തന്നെ ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ അനി ഒന്നും മിണ്ടാതെ റൂമിലോട്ട് കയറി പോവുകയാണ് കേട്ടോ. ആ സമയത്ത് മുത്തശ്ശൻ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആ വേണുവിനെ ഞാൻ വിളിച്ചായിരുന്നു കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട്. നഷ്ടപരിഹാരമായിട്ട് 10 കോടി രൂപ കൊടുക്കാമെന്ന് ദേവയാനി പറഞ്ഞതല്ലേ, അതിൻ്റെ പേരിലാണല്ലോ എനിക്ക് ജാമ്യം കിട്ടിയത്. ഇനിയിപ്പോൾ കേസ് പിൻവലിക്കുന്ന കാര്യങ്ങളും ഡിവോഴ്സിന്റെ കാര്യങ്ങളും കൂടി സംസാരിക്കണം. എല്ലാം കൂടെ ഒന്നിച്ച് ഒരു ഒത്തുതീർപ്പാക്കാനാണ് ഞാൻ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഇതിന് പേരിൽ അവർ പിന്നെയും നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ടിരിക്കും. എന്തായാലും നഷ്ടപരിഹാരം കൊടുക്കാം. അതുപോലെ എനിക്കെതിരെയുള്ള ആ കേസും പിൻവലിച്ച് ഡിവോഴ്സിന്റെ പേപ്പറിലും ഒപ്പിട്ട് തന്നാൽ മാത്രമേ ഞാൻ ആ പൈസ കൊടുക്കുകയുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ മുത്തശ്ശൻ. അങ്ങനെ ചെയ്താൽ മാത്രമേ ആ പ്രശ്നത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് നമുക്ക് തലയൂരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആ വേണു അനാമികയും ഇതിന്റെ പേരിൽ പിന്നെയും കളിക്കും. അത് എനിക്ക് പിന്നെയും ദോഷമാകും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ മുത്തശ്ശനും അജയനും ജയനും ആദർശവും ഒക്കെ കൂടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശൻ ആ സമയത്ത് പറയുന്നുണ്ട്, ഞാൻ ആ വേണുവിനെ വിളിച്ചിരുന്നു, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ കേസ് പിൻവലിക്കാനും ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ 20 കോടി രൂപ എങ്കിലും നഷ്ടപരിഹാരമായിട്ട് തരണമെന്നാണ് അവർ പറയുന്നതെന്നൊക്കെ പറയുകയാണ്. മുത്തച്ഛൻ ആദർശനോടും അജയനോടും ജയനോടും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്, അവർക്ക് കിട്ടിയ തുറപ്പുചീട്ടായി ഇപ്പം മാക്സിമം അവർ മുതലാക്കാനാണ് ശ്രമിക്കുന്നത്. 20 കോടി രൂപ നഷ്ടപരിഹാരമായിട്ട് മേടിച്ചാൽ ഇനി അങ്ങോട്ടേക്ക് ഒരു ജോലിക്കും പോകാതെ സുഖമായിട്ട് ജീവിക്കാമല്ലോ. അതിനു വേണ്ടിയിട്ടാണല്ലോ അവർ ഈ കളിയൊക്കെ കളിച്ചതെന്നൊക്കെ ഇങ്ങനെ മുത്തച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യാനാച്ചാ, എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. അവന് ഒരിക്കലും ചേരാത്തൊരു ബന്ധമായിപ്പോയി അത്. ഇനിയിപ്പോൾ ആ ബന്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയൂരുക എന്നുള്ളതാണ് നമുക്കുള്ളൊരു പോംവഴി.
അതിനിപ്പോൾ എത്ര കോടി രൂപ കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, എല്ലാ പ്രശ്നങ്ങളും ഒന്ന് സോൾവ് ആയാൽ മതി എന്നൊക്കെ ഇങ്ങനെ ജയം പറയുമ്പോഴേക്കും ആദർശം പറയുന്നുണ്ട്, അതേ മുത്തശ്ശ, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട്, ഞാൻ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതൊക്കെ എനിക്കറിയാം. ഞാനത് മാനേജ് ചെയ്തോളാം. ഇതിനെക്കുറിച്ച് ആരും ഓർത്തിനി വിഷമിക്കേണ്ട. എന്തായാലും അനിയുടെ ജീവിതത്തിൽ ഇനി അവളുണ്ടാവില്ല. എന്തായാലും എനിക്ക് ഇതിൻ്റെ പേരിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും നന്ദുവും ആ CAയുമായിട്ടുള്ള കല്യാണം വേഗം നടക്കണം. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ആ വക്കീലിനെ ഒന്ന് കാണാൻ പോവുകയാണ്. ആ വേണുവും കാണും. വക്കീലിൻ്റെ ഓഫീസിൽ വെച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും ഞാനൊന്ന് പോയി അവരെന്താ പറയുന്നതെന്നൊക്കെ നോക്കട്ടെ. എനിക്ക് ഇനി ഇത് ഒരിക്കലും ഒരു പ്രശ്നമാകാത്ത രീതിയിൽ വേണം ഈ പ്രശ്നം സോൾവ് ചെയ്യാനൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പോകാൻ ഇറങ്ങുമ്പോഴേക്കും ആദർശ് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശ ഞാനും കൂടെ വരട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, വേണ്ട ആദർശ്, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം, ഞാൻ തന്നെ പൊയ്ക്കോളാം എന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും വേണുവും വക്കീലും കൂടെ 20 കോടി തന്നെ നഷ്ടപരിഹാരം മേടിച്ചെടുക്കണം എന്നൊക്കെ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോഴേക്കും തന്നെ അവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ്റെ അടുത്ത്. വക്കീലാണ് കേട്ടോ പറയുന്നത്, അനാമിക ഇന്ന് കോടതിയിൽ ഹാജരാകാഞ്ഞത് കൊണ്ടാണ് എനിക്ക് ജാമ്യം നിഷ്പ്രയാസം കിട്ടിയത്. ആ കുട്ടി കോടതിയിൽ ചെന്നിട്ട് തല്ലി കിട്ടിയ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ സാറിൻ്റെ കൊച്ചുമോന് ജാമ്യം കിട്ടിയില്ലായിരുന്നു. ഉറപ്പായും കോടതി അവനെ റിമാൻഡ് ചെയ്തേനെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ വേണു പറയുന്നുണ്ട്, അത് ആ ദേവയാനി വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടാ അങ്ങനെ പോകാതിരുന്നത്. നല്ലൊരു നഷ്ടപരിഹാരം തരാം. എന്തായാലും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകരുത്, എനിക്ക് ജാമ്യം കിട്ടണം, അന്ന് ജയിലിൽ പോകാൻ പാടില്ല എന്നൊക്കെ ദേവയാനി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനും എൻ്റെ മോളും പോകാതിരുന്നത്. എൻ്റെ മോക്ക് അവന് ജയിലിലോട്ട് പറഞ്ഞു വിടാൻ തന്നെയായിരുന്നു ആഗ്രഹം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ വേണു. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, സംഭവിച്ചത് സംഭവിച്ചു പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ദേവയാനി വന്നിട്ട് നഷ്ടപരിഹാരം തരാമെന്നാണല്ലോ പറഞ്ഞത്. എന്തായാലും ദേവയാനി നഷ്ടപരിഹാരം തരാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അത് തരാനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പം വക്കീൽ പറയുന്നുണ്ട്, അത് പിന്നെ സാറിന് ഈ കോടികളൊന്നും ഒരു പ്രശ്നമല്ലെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് അറിയാം. എന്നാലും ഇപ്പോൾ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ 10 കോടി അവർ ആവശ്യപ്പെട്ടത്. ഇനിയിപ്പോൾ ഈ കേസ് പൂർണ്ണമായിട്ട് പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ ഇനിയും നഷ്ടപരിഹാരം കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇയാളുടെ മോളും ആവശ്യപ്പെടുന്നത് 20 കോടി രൂപയാണെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ്റെ മട്ട് മാറി. മുത്തശ്ശന് നല്ല ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താടോ, താൻ 10 കോടി എന്നല്ലേ പറഞ്ഞത്? 10 കോടി നഷ്ടപരിഹാരം തന്നാൽ ഈ കേസ് പിൻവലിക്കാമെന്നല്ലേ താൻ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും വേണു പറയുന്നുണ്ട്, ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. 10 കോടി ഞങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് തന്നാൽ ഞങ്ങൾ കോടതിയിൽ ഹാജരാകാതിരിക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കേസുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടോ എന്നൊക്കെ പിന്നീട് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞത്. അല്ലാതെ കേസ് പൂർണ്ണമായിട്ട് പിൻവലിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണു തറപ്പിച്ച് പറയുകയാണ്. വക്കീലും അത് ഏറ്റുപിടിക്കുകയാണ് കേട്ടോ. വക്കീലും പറയുന്നുണ്ട്, സാറേ, അല്ലെങ്കിലും കേസുമായിട്ട് മുന്നോട്ട് പോയാൽ അതിന് ഒരുപാട് പൈസ ചിലവാകൂലേ? പോരാത്തതിന് അത് വലിയ നാണക്കേടായിട്ട് മാറുകയും ചെയ്യും. സാറിൻ്റെ കൊച്ചുമോൻ ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായാൽ അത് വലിയ നാണക്കേടായി മാറത്തില്ലേ സാറേ? അതുകൊണ്ട് ഇങ്ങനെ ഒരു നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഈ കേസ് അങ്ങ് പിൻവലിക്കുന്ന തന്നെയല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പം വക്കീലും ഈ ഒരു അഭിപ്രായം പറയുന്നത് കേട്ടോണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഓഹോ, അപ്പം അങ്ങനെയാണല്ലേ, വിവാഹമോചനമൊക്കെ ഇപ്പോൾ ഒരു സ്ഥലക്കച്ചവടം പോലെയായി അല്ലേ? അതിന് തനിക്ക് നല്ല കമ്മീഷൻ കിട്ടുമായിരിക്കും അല്ലേടോ എന്നിങ്ങനെ ചോദിക്കാനുണ്ടോ. അപ്പം വക്കീൽ ഒന്നും മിണ്ടുന്നില്ല. അത് പിന്നെ സാറേ, ഇതാണല്ലോ നമ്മുടെ തൊഴിൽ. എൻ്റെ കക്ഷി ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം ഞാൻ പറയണ്ടേ സാറേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എനിക്കറിയാവിടോ എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ഉടനെ വേണു എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, 20 കോടി രൂപ ഞങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് തന്നാൽ മാത്രമേ ഞങ്ങൾ ഈ കേസ് പിൻവലിക്കുകയുള്ളൂ. ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടണമെന്നുണ്ടെങ്കിൽ അതിന് വേറെയും തരേണ്ടി വരും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എൻ്റെ മോള് കുറച്ചൊന്നുമല്ല ആ വീട്ടിൽ കിടന്ന് അനുഭവിച്ചത്. മാനസികമായിട്ടും ശാരീരികമായിട്ടും അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അവൾ ഞങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്. ഇത്ര നാളും എൻ്റെ മോളുടെ മനസ്സ് എല്ലാവരും കുത്തി നോക്കിയല്ലായിരുന്നോ? ആ അനിയെന്ന് പറയുന്നവൻ എന്തോരം ക്രൂരതയാണ് എൻ്റെ മോളോട് കാട്ടിയത്. അതൊന്നും ഞങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണോ സാറേ? അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു കേസായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. പോരാത്തതിന് എൻ്റെ മോളിലെ കാരണത്തും അവനെ അടിച്ചേക്കുന്നു എന്നൊക്കെ ഞങ്ങൾ അവനെ വെറുതെ വിടണമെന്നാണ് സാറ് പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശന് ദേഷ്യം വന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ, എനിക്കും എൻ്റെ കൊച്ചുമോനും ഒരു തെറ്റുപറ്റി. നിങ്ങളെ വിശ്വസിച്ചു. കുടുംബത്തിനകത്ത് കയറ്റാൻ പറ്റുന്ന ആൾക്കാരാന്ന് വിചാരിച്ചു പോയി. കുടുംബത്തിനകത്ത് കയറ്റാൻ പറ്റാത്ത പണത്തിന് ആർത്ത് പിടിച്ച ഒരു കുടുംബമാണ് നിങ്ങളുടെ എന്നുള്ളത്. അച്ഛനും അമ്മയും മോളും കണക്കാ. എല്ലാവർക്കും പണം 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 എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അവിടെ എന്ത് ബന്ധം, എന്ത് കുടുംബം അല്ലേടോ? എന്തായാലും തൻ്റെ മോള് കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് പേരുദോഷങ്ങളുണ്ടായി, ഒരുപാട് മാനക്കേടുകളുണ്ടായി. എൻ്റെ കൊച്ചുമോൻ്റെ ജീവിതമായ നീയൊക്കെ കൂടി നശിപ്പിച്ചത്. അതിനൊക്കെ എന്തായാലും ഞാൻ വെറുതെ ഇരിക്കുന്നതാ വിചാരിക്കേണ്ട എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. എൻ്റെ കൊച്ചുമോൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുത്തതും പോരാ, എന്നിട്ട് അതിന് നഷ്ടപരിഹാരം മേടിക്കാൻ വന്നേക്കുന്നുവല്ലേ?
എന്നാ നീ ഓർത്തോ, 10 കോടി പോയിട്ട് 10 പൈസ പോലും ഞാൻ നിനക്ക് നഷ്ടപരിഹാരമായിട്ട് തരുന്നില്ല. എന്താന്ന് വെച്ചാൽ നീയൊക്കെ കൂടെ ചെയ്യേ. ഈ കേസിനെ എങ്ങനെ മുന്നോട്ട് കാണണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവടോ. തനിക്ക് ചെയ്യാൻ പറ്റുന്ന പോലൊക്കെ ചെയ്തോ. വേണു പറയുന്നുണ്ട്, ഇതെന്താ സാറേ വിളിച്ചു വരുത്തിട്ട് അപമാനിക്കുകയാണോ? നഷ്ടപരിഹാരം തരാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. എന്താടോ തനിക്ക് നഷ്ടപരിഹാരം വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ, എന്നാ തനിക്ക് തരാനുള്ള നഷ്ടപരിഹാരം ഇപ്പം തന്നെ തന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ വേണുവിന്റെ മുഖത്തിനിട്ട് ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട്. വക്കീൽ പോലും ആ അടിയുടെ ഒരു ഇത് കണ്ടുകൊണ്ട് എണീറ്റ് നിൽക്കുന്നുണ്ട്. എന്തിനാ നിങ്ങളിപ്പോൾ എന്നെ തല്ലിയത് എന്നിങ്ങനെ മുത്തശ്ശനോട് വേണു ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോഴേക്കും, ഇത് താൻ ഇരന്ന് മേടിച്ചതാടോ എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും എനിക്ക് നഷ്ടപരിഹാരം തരാൻ മനസ്സില്ല. നീയൊക്കെ എന്താന്ന് വെച്ചാൽ ചെയ്യുക. കേസുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്തോ. ഇത് എവിടെ വെച്ച് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിയുമ്പോഴേക്കും വക്കീൽ പറയുന്നുണ്ട്, നമുക്ക് ആദ്യം എടുത്തു ചാടി ഒന്നും തീരുമാനിക്കണ്ടായിരുന്നു. 10 കോടിയിൽ തന്നെ ആദ്യം പറഞ്ഞാൽ മതിയായിരുന്നു. തൽക്കാലം നമുക്ക് 10 കോടി തന്നെ മതിയായിരുന്നു അല്ലേടോ. ഇതിപ്പോൾ ഒന്നും കിട്ടാത്ത അവസ്ഥയായി പോയല്ലോ. എന്തായാലും നമുക്ക് കേസുമായിട്ട് മുന്നോട്ട് തന്നെ പോകാം. എന്തായാലും കോടതിക്ക് മുമ്പിൽ ഇവരൊരു ഉത്തരം പറഞ്ഞല്ലേ പറ്റുള്ളൂ എന്നൊക്കെ തന്നെ പറയുകയാണ്. അങ്ങനെ അടി കിട്ടിയ വിഷമത്തിൽ വീട്ടിൽ വന്നിട്ട് അനാമികയോടും ഈ കാര്യങ്ങളൊക്കെ വേണു പറയുന്നുണ്ട്. അങ്ങനെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കേട്ടോ അനാമികയും വേണുവും രേവതിയൊക്കെ കൂടെ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ തറവാട്ടി വന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും പിന്നെ ടെൻഷൻ ആവുന്നുണ്ട്. എന്തായാലും ജാമ്യം കിട്ടിയെന്നൊക്കെ നമ്മൾ വിചാരിച്ചു. ഇനിയിപ്പോൾ അവള് പിന്നെയും കേസായിട്ട് മുന്നോട്ട് പോയാൽ പിന്നെയും അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിൽ കൊണ്ടുപോകില്ലേ എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ അറിയുമ്പോഴേക്കും എനിക്കാണെങ്കിലും നല്ല വിഷമമാവുന്നുണ്ട്. അനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും അവൾ ഇനി എനിക്കെതിരെ സ്ട്രോങ് ആയിട്ട് തന്നെ കോടതിയിൽ പറയും. കോടതിയിൽ നിന്ന് എന്നെ റിമാൻഡ് ചെയ്താൽ ഞാൻ ജയിലിൽ പോകേണ്ടി വരും. എന്തായാലും ഞാൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് തന്നെ അവക്കിട്ട് നല്ല 2 കൊടുത്തിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സച്ചിനെ കൂട്ടുപിടിച്ചിട്ടാണല്ലോ അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. എന്തായാലും അവളെ അവളുടെ അച്ഛനെ അമ്മയും ഒന്നും വെറുതെ വിടാൻ പാടില്ല. ഇതിനൊക്കെ നല്ല തല്ല് തന്നെ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ്. എന്നിട്ട് കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടുകാരോടും പറയുന്നുണ്ട് കേട്ടോ, അനി ഇന്ന് രാത്രി നമുക്ക് അവളുടെ വീട്ടിൽ കയറണം. അവളെ അവളുടെ അച്ഛനെ അമ്മയ്ക്ക് അടിച്ച് ഇഞ്ചപ്പരവും ആക്കണം. എന്തായാലും അവൾ കോടതിയിൽ എനിക്കെതിരെ പറയും. എന്നെ ജയിലിലാക്കാൻ മാക്സിമം അവൾ ശ്രമിക്കും. അവർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം മുത്തശ്ശൻ കൊടുത്തില്ല. അതിൻ്റെ ഒരു ദേഷ്യം ഇനി അവരെന്തായാലും കാണിക്കും. കേസുമായിട്ട് അവർ മുന്നോട്ട് പോകുമ്പം മിക്കവാറും ഞാൻ ജയിലിൽ പോകേണ്ടി വരും. അല്ലെങ്കിൽ മുത്തശ്ശന് പിടിപാടുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ട് സംസാരിച്ച് ഈ കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. അതിനി എന്തായാലും സമയമെടുക്കുമല്ലോ. അതുകൊണ്ട് അവക്കിട്ട് 2 കൊടുത്തേ എനിക്ക് പറ്റുള്ളൂ എന്നൊക്കെ തന്നെ പറയുകയാണ്. അങ്ങനെ അന്ന് രാത്രി അനി കൂട്ടുകാരെയും കൂട്ടിയിട്ട് അനാമികയുടെ വീട്ടിൽ കയറുകയാണ്. അങ്ങനെ അനാമികയും വേണുവിനെയും രേവതിനെയൊക്കെ അടിച്ച് ഇഞ്ചപ്പരുവാക്കുന്നുണ്ട് എല്ലാവരും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് അവർ നേരെ സ്റ്റേഷനിലോട്ടാണ് കേട്ടോ പോകുന്നത്. നന്ദു ആണെങ്കിലും ഇവരെ കണ്ടിട്ട് ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നുണ്ട്. ഇവർക്കിത് എന്ത് പറ്റി? ഇവരെ ആരെ ഇങ്ങനെ തല്ലിയെന്നൊക്കെ ഓർത്തിക്കാൻ കേട്ടോ. ഇതിനു മുമ്പ് തല്ലിയിട്ടുണ്ടെങ്കിലും അത് ഞാനും കൂട്ടുകാരും കൂടെ ചേർന്നിട്ടല്ലേ തല്ലിയിട്ടുള്ളൂ. ഇപ്പം വേറെ ആരാ ഇവരെ തല്ലിയെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്തായാലും അനി തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിലെന്നൊക്കെ നന്ദു ഊഹിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ വിഘ്നേഷിനെയും രാകേഷിനെയൊക്കെ വിളിച്ചിട്ട് ചോദിക്കുമ്പോഴേക്കും അവർ ഉരുണ്ട് കളിക്കുന്നൊക്കെ കാണുമ്പോൾ നന്ദുവിൻ്റെ കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണുവിനെയും രേവതിനെയും അനാമിയൊക്കെ കാണുമ്പോഴേക്കും നന്ദു കളിയാക്കി ഒന്ന് ചിരിക്കുന്നുണ്ട്. കിട്ടേണ്ടത് കിട്ടിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കിയിട്ട് പോകുന്നുണ്ട്. അവർ സച്ചിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും ഇവരുടെ അവസ്ഥ കണ്ടിട്ട് സച്ചി ആകെ ഷോക്കായി പോകുന്നുണ്ട്. ഇതെന്താ നിങ്ങളെ ആരാ തല്ലിയത്? ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? രാത്രി നിങ്ങളുടെ വീട്ടിൽ കയറി നിങ്ങളെ ആരാ തല്ലിയെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും, എൻ്റെ പൊന്നു സാറേ അവർ ഹെൽമെറ്റ് ഇട്ടോണ്ടാ വന്നത്. ആരാന്ന് ഞങ്ങൾ കണ്ടില്ല. കണ്ടാൽ അവരുടെ പേര് ഞങ്ങൾ പറയില്ലേ എന്നൊക്കെ ഇങ്ങനെ വീണ് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളൊരു കംപ്ലൈൻറ്റ് എഴുതി തന്നേരെ ഞാൻ അന്വേഷിക്കാന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, സാറേ എനിക്കൊരാളെ സംശയമുണ്ട്. നന്ദു ആണോ ഇതിന് പിന്നിലെന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്ന് പറയുമ്പോഴേക്കും സിഐക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. നന്ദു ഒന്നും ആയിരിക്കില്ല, നിങ്ങൾ ആരെയും കണ്ടില്ലെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പിന്നെ നിങ്ങൾ നന്ദുവിനെ ഇങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേണു പറയുന്നുണ്ട്, അത് പിന്നെ സാറേ ഇതിനു മുമ്പും ഞങ്ങൾ ഇങ്ങനെ തല്ലിയിട്ടുണ്ട്. അതൊക്കെ നന്ദുവിൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ടാണ് ചെയ്തത്. ഇപ്രാവശ്യം എനിക്കെതിരെ ഇങ്ങനെ ഒരു കേസ് കൊടുത്തുകൊണ്ടാണോ ഇനി ഞങ്ങളെ തല്ലിയെന്നുള്ളത് അറിയില്ലല്ലോ. ഞങ്ങൾക്ക് എന്തായാലും അവളുടെ കൂട്ടുകാരിയായ സംശയം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാനെന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട്. അങ്ങനെ നല്ല അടി തന്നെയാണ് കേട്ടോ രേവതിക്കും വേണുവിട്ടും അനാമികിട്ടും ഒക്കെ കിട്ടിയത്. അങ്ങനെ അവർ പരാതിയൊക്കെ കൊടുത്തിട്ട് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും നന്ദു ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് വന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, നന്ദു അവരെ കണ്ടോ? അവരെ ഇന്നലെ രാത്രി ആരോ വീട്ടിൽ കയറി ആക്രമിച്ചു എന്നാണ് അവർ പറയുന്നത്. എന്തായാലും അവർ വീട്ടിൽ പോയി ഒരു അന്വേഷണം നടത്തണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അവരുടെ കയ്യിലിരിപ്പ് അതായതുകൊണ്ടാണ് സാറേ അവർക്ക് കിട്ടുന്നത്. അവരെത്ര ആൾക്കാരുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് പൈസ മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതിരുന്നിട്ടുണ്ടെന്ന് അറിയാമോ? അയാളുടെ പേരിൽ ഒരുപാട് കേസുകളുമുണ്ട്. അവരിൽ ആരെങ്കിലും ആയിരിക്കും തല്ലിയത് എന്നൊക്കെ തന്നെ നന്ദു പറയുന്നുണ്ട്.
നന്ദുവിന് ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് സി എ ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ഏയ് ഇല്ല സാർ, എനിക്കങ്ങനെ ആരെയും സംശയമൊന്നുമില്ല. ഇവരോട് ശത്രുതയുള്ള ആരെങ്കിലും ആയിരിക്കും അങ്ങനെ ചെയ്തെന്നൊക്കെ തന്നെ നന്ദു പറഞ്ഞ് ഒഴിവാക്കി വിടുന്നുണ്ട്. എന്തായാലും സി എ സച്ചിക്ക് പരാതി കിട്ടിയതല്ലേ, അതിന് വേണ്ടിയിട്ട് സി എ സച്ചി ഒന്ന് അന്വേഷിക്കാനൊക്കെ തീരുമാനിക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ നന്ദു അനിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എടാ, നീ എന്തിനാ ഇപ്പം ഇങ്ങനെയുള്ള പരിപാടി കാണിച്ചത്? ഒരു ചെറിയ ക്ലൂ കിട്ടിയാൽ പോലും അത് കറങ്ങി തിരിഞ്ഞ് നിന്റെ തലയിൽ തന്നെ വരും. നീ എന്തായാലും ഇപ്പം ഇങ്ങനെയുള്ള സാഹസികം ഒന്നും കാണിക്കണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു നന്ദു, ഞങ്ങൾ ആ തല്ലി എന്നുള്ളത് അവർക്കറിയില്ല. ഞങ്ങളെ കൊടുക്കാനുള്ള ഒരു തെളിവ് അവർക്ക് കിട്ടാൻ പോകുന്നില്ല. മുത്തശ്ശനെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് പോയപ്പോഴേ അവർ 20 കോടി രൂപ ആവശ്യപ്പെട്ടു ഈ കേസ് പിൻവലിക്കാനായിട്ട്. അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു വന്നപ്പോഴേ അവരെന്നെ ജയിലിലാക്കും എന്നുള്ള ഒറ്റ വാശിയിൽ തന്നെയായിരുന്നു. എന്തായാലും അനാമിക എനിക്കെതിരെ കോടതിയിൽ പറയും. അപ്പോൾ പിന്നെ എന്നെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയക്കുകയും ചെയ്യും. അതിനു മുമ്പ് അവർക്കിട്ട് 2 തല്ല് കൊടുക്കാതെ പോയാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ അനി പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ എന്തായാലും ഉണ്ടാവില്ലായിരിക്കും. മുത്തച്ഛൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, ഈ കേസിന്റെ കാര്യം ഓർത്ത് നിങ്ങളാരും ഇനി വിഷമിക്കേണ്ട, എൻ്റെ കൊച്ചുമോൻ ജയിലിൽ പോകാതെ നോക്കാൻ എനിക്കറിയാമെന്നൊക്കെ മുത്തച്ഛൻ പറഞ്ഞു. അതുകൊണ്ട് എന്തായാലും അവരുടെ നീക്കങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ലെന്നേ. അതുകൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇങ്ങനെ 2 തല്ല് അവർക്ക് കിട്ടേണ്ടത് ആവശ്യമായിരുന്നു, അത് ഞാൻ കൊടുത്തുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ചിരിച്ചുകൊണ്ട് അനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. നന്ദുവിനും അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ ആവുന്നുണ്ട്. കാരണം അവർക്കിട്ടും അവളുടെ അച്ഛനും അമ്മയ്ക്കിട്ടും ഒക്കെ 2 നല്ല തല്ല് കിട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു. അതെന്തായാലും കിട്ടിയല്ലോ എന്നൊക്കെ ഓർത്തിട്ട് തന്നെ അവരിങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്